ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും മഴ ഒരു രക്ഷയില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ഗ്രാമഭംഗി എന്ന് പറയുന്നത് ഭയങ്കര ഇത് തന്നെ കേട്ടോ. മഴ കൊണ്ട് ഗ്രാമഭംഗിയെല്ലാം പോയി. മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ടോ, നമ്മുടെ കുഞ്ഞു തോട് ഒക്കെ നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട്. ഇതൊക്കെയാണ് കണ്ട, എന്തും വെള്ളം നിറഞ്ഞെന്ന് അറിയുന്നു. ഫുള്ള് വെള്ളമായി, നല്ല രീതിയിൽ വെള്ളമായി. കണ്ടോ, നല്ല ഒഴുക്കുമായി, നല്ല വെള്ളമായി. എന്തായാലും നമുക്ക് കുറച്ച് മുമ്പിലോട്ട് പോകാം. നമ്മളെ റബ്ബർ തോട്ടങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതാ നിറഞ്ഞ് കവിയുന്നത്. ഇവിടെ ഒരു ഞണ്ടിരിക്കുകയാണ് ഗൈസ്. തോട്ടിൽ നിന്ന് എന്തോ ഇറങ്ങിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ കാണാം മഴ പെയ്യുന്നതുകൊണ്ട് ഇതായിരിപ്പുണ്ട് കാണണം. മഴ പെയ്തപ്പം ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട് കാണണം. ആ ഇലയുടെ ഇടയിൽ പോകുന്നുണ്ട്. ഈ വെള്ളം കയറിയപ്പം കയറിയാണ്, കരയ്ക്ക് കയറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ വെള്ളങ്ങൾ കൂടുതലാകുമ്പം എല്ലാം കരയ്ക്ക് കയറും. എന്തായാലും ആ വെള്ളം ഇപ്പുറത്തൂടെയാണ് പോകുന്നത്. ഇവിടെ നോക്കിയാണ് എൻ്റെ മനോഹരമായിട്ടാണ് പോണേന്ന് നോക്കിയാണ് വെള്ളം. നമ്മുടെ നാടെന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഗ്രാമപ്രദേശമാണ് കേട്ടോ. വലിയ റബ്ബറും വലിയ വലിയ പാറകളും പണ്ട് പാറയൊക്കെ അടിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്ത് ഇതെന്ന് പറയണത്. ഈ കിടക്കുന്നത് ഒട്ടുകറ, റബ്ബറിൻ്റെ ഒട്ടുകറ പൊളിച്ചുകൊണ്ടിട്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഓടിട്ട് കഴിഞ്ഞാൽ കൊതു അതികഠിനവും അതുപോലെ ഭയങ്കര സ്മെല്ലുമാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ ഫ്രണ്ടിലോട്ട് പോവാം. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ചാനലിൽ വീഡിയോസൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് റബ്ബർ തോട്ടമാണ്. താഴോട്ട് ഈ വഴിയെ കൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിയ റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഈ റബ്ബർ തോട്ടത്തിൽ പോകാനുള്ള റോഡാണ്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചയെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ, മഴക്കാഴ്ചകളും. എന്തായാലും മഴയത്ത് ഒരാളിന്ന് റബ്ബറിൻ്റെ ഒട്ടിയറ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അവിടെ കാണാം. നിഴൽ പോലെ ഒരാളെ കാണാം. എന്ന് പറയുമ്പം ഇത് റബ്ബറിൻ്റെ പാല് ഇവർ എടുത്ത് കഴിയുമ്പം ഇതിൽ നിന്ന് വീണ്ടും വറ്റാത്ത പാല് വീണ് വറ്റി ഇതാവുന്നതാണ് റബ്ബറിൻ്റെ ഒട്ടുകറ. ചിലവർ വിചാരിക്കും ഈ ഒട്ടുകറ എന്തിരെന്ന് വിചാരിക്കും. അപ്പം ഇതാണ്ടോ, ഇതാണ് പ്രകൃതി ഭംഗി. എന്ത് മനോഹരം അല്ലേ എന്ന് പറയും പോലെ. എന്ത് മനോഹരമായ പ്രകൃതി കാഴ്ചയെന്ന് നോക്കിയാണ്. അങ്ങോട്ട് നോക്കിയാണ്, ഇത് നല്ല വൈബാണെന്നുണ്ടോ. ആ കാണുന്ന വാഴത്തോട്ടത്തിലൊക്കെ ഞാൻ വീഡിയോ, എൻ്റെ വലിയ ചാനലിൽ ഞാൻ ചിലപ്പോൾ യൂട്യൂബിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ അവിടെ നിന്നാണ് ഇടുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു നിഴലുപോലെ കണ്ടത് എൻ്റെ അനിയൻ്റെ മോളാണ്. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞ് നമ്മുടെ റബ്ബർ തോട്ടത്തിലെ കാഴ്ചകൾ. റബ്ബർ തോട്ടമൊന്നും പറയാക്കില്ല, പ്രകൃതി കാഴ്ച പറയാക്കുള്ളൂ. നമ്മളെ പെരുമരമൊക്കെ നല്ല രീതിയിൽ പൂത്തി നിന്നാണ്. മഴ പെയ്ത് വീണോടെ എല്ലാം പോയി. കണ്ടോ, ഇതാണ് പെരുമരം. ഇതെന്ന് പറയണത് നമ്മുടെ മുറിവ്, നമ്മൾ പണിയൊക്കെ കരിങ്കലിൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കല്ലിൻ്റെ പണിയൊക്കെ മുറിവൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ചെറിയ കുരുന്നെടുത്ത് കഴക്കി ആ മുറിവിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡ് ഓട്ടം നിൽക്കും. അതാണ് ഈ പെരുമരത്തിൻ്റെ പ്രത്യേകത. പക്ഷേ വല്ലാത്തൊരു സ്മെല്ലാണ്. എന്തായാലും നമുക്കിങ്ങനെ വീണ്ടും ഇങ്ങനെ ഇങ്ങോട്ട് പോവാം. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ നടന്ന് നമ്മുടെ വഴി സൈഡിലോട്ട് എത്താറായി. നമ്മുടെ റബ്ബർ വിളയം കഴിഞ്ഞ് നമ്മുടെ വഴി സൈഡിലോട്ട് എത്താറായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ മഴയാണ് കേട്ടോ. അതിശക്തമായ മഴയാണ്. ഒരു രക്ഷയില്ലാതെ പെയ്ത് തിമിർത്തുകൊണ്ടിരിക്കുന്ന മഴയാണ്. എന്തായാലും ഇന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഫുൾ അവധിയാണ്. എന്തായാലും ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വടക്കോട്ട് മഴ പെയ്യുമ്പോൾ ഇവിടെ അവധി കൊടുക്കില്ല. അപ്പം കുട്ടികളെല്ലാം കളക്ടർ സാറിൻ്റെ അടുത്ത് ചോദിക്കും, ഞങ്ങൾക്ക് അവധിയില്ല എന്ന്. പക്ഷേ എന്തായാലും ഇന്ന് ഭാഗ്യത്തിന് കുട്ടികൾക്കെല്ലാം അവധി കൊടുത്തിട്ടുണ്ട് എല്ലാവരും. അതുകൊണ്ടാണ് അനിയൻ്റെ മോളൊക്കെ കൂടെ നിൽക്കുന്നത്. അവർക്ക് മഴ പെയ്തും അവധി കൊടുത്താൽ ഭയങ്കര സന്തോഷമായി. അതായത് കണ്ടോ, ഇത് ഇന്നലത്തെ കാറ്റത്താണ് ഇത് മൊത്തം ഒഞ്ഞി ചരിഞ്ഞത്, ഈ കാട് മൊത്തം കണ്ടോ. അപ്പോൾ അവധിയാകുമ്പം അവർക്കും ഒരു
ഇതല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത പ്രകൃതി രമണീയമായ കാഴ്ച. ഇതറിയാലോ എല്ലാവർക്കും, പൂമുള്ള്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലല്ല പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം പോയി. ഇത് ഇനിയിപ്പോൾ മഴ പുറ്റുപോലെ പിടിക്കും, ഭയങ്കര കാടാവും. അപ്പോൾ ഇതൊക്കെയാണ് മഴയത്തുള്ള വിശേഷം. എന്തായാലും ഞാൻ ഇതിൽ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കയറി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാക്കുള്ളൂ. വീഡിയോ ഒക്കെ കാണുമ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഞാൻ തിരിച്ചും 100% നിങ്ങളെ തിരിച്ചും കൂട്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മഴകളാണ്, ജാഗ്രത വേണം. മഴയെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പനികളും കാര്യങ്ങളൊക്കെ വരണേണ്. അപ്പം ഇതാണ് നമ്മുടെ നാട്ടിൻപുറത്തെ കുഞ്ഞ് പ്രകൃതി സൗന്ദര്യം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.